നമസ്കാരം, ഞാൻ മരിയ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. അതിർത്തി വീണ്ടും അശാന്തം. ഇന്ത്യ പാക് അതിർത്തിയിൽ ഭീകരാക്രമണത്തിന് ലഷ്കർ-ഇ-തോയ്ബ പദ്ധതിയെന്ന് കേന്ദ്ര ഇന്റലിജൻസ്. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് സൈന്യം നിയോഗിച്ചത് അതിർത്തി രക്ഷാസേനയുടെ 12 കമ്പനി. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ രാജ്യമാകെ കനത്ത സുരക്ഷ. ശ്രീനഗർ ബാരാമുള്ള ഹൈവേയിൽ സൈന്യം നടത്തിയ തിരച്ചിലിൽ ലഷ്കർ തീവ്രവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി റിപ്പോർട്ട്. ചോദ്യങ്ങൾക്ക് മുന്നിൽ തരൂരിന്റെ ദിനങ്ങൾ. സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിന് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. ഹാജരാകേണ്ടത് നാളെ. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ആവശ്യം. ചോദ്യം ചെയ്യൽ സാക്ഷി എന്ന നിലയിൽ. അന്വേഷണത്തോട് സഹകരിക്കും. ഇന്ന് ഡൽഹിയിലില്ല. 2 ദിവസത്തിനകം ഹാജരാകാമെന്ന് തരൂർ. തരൂരിനെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചത് സുനന്ദയുടെ മരണം നടന്ന 1 വർഷത്തിനു ശേഷം. രാജധാനിക്കായി പോരിനൊരുക്കം. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആക്കം കൂട്ടി BJPയും ആം ആദ്മിയും. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനമായില്ല. കിരൺ ബേദിയോ വിനോദ് ബിന്നിയോ മത്സരിക്കും. ആം ആദ്മിയുടെ അഴിമതിരഹിത പരിവേഷത്തിന് BJPയുടെ രാഷ്ട്രീയ പരിചയായി കിരൺ ബേദി മുഖ്യമന്ത്രിയാകുമെന്ന് അഭ്യൂഹം. പഴയ തോഴൻ വിനോദ് ബിന്നി BJPയിലെത്തിയത് കെജ്രിവാളിന് തിരിച്ചടി. ഇന്ദ്രപ്രസ്ഥം ഇക്കുറി ഒറ്റയ്ക്ക് പിടിക്കുമെന്ന് കെജ്രിവാൾ. തെളിവുമായി ബിജു, കുരുക്കിൽ വീണ മാണി. ബാർ കോഴ ആരോപണത്തിൽ മന്ത്രി മാണിക്കെതിരെ തെളിവുമായി ബിജു രമേശ് ഇന്ന് വിജിലൻസിന് മുന്നിൽ. പൂട്ടിയ ബാറുകൾ തുറക്കാതിരിക്കാൻ മാണിക്ക് 2 കോടി നൽകിയെന്ന ബാർ ഉടമകളുടെ വെളിപ്പെടുത്തലിന് തെളിവായി സംഘടനാ യോഗത്തിലെ ശബ്ദരേഖ. ആരോപണത്തിൽ ഉറച്ച ബിജു രമേശ്. നിലപാടിൽ മാറിയും മറിഞ്ഞും അസോസിയേഷൻ നേതാക്കൾ. മാണി പണം വാങ്ങിയില്ലെന്നും മൊഴി നൽകാൻ ജോസ് കെ മാണി നിർബന്ധിച്ചെന്നും ആരോപണം. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.